സ്വാഗതം. സ്പീഡ് ന്യൂസിലേക്ക് വാർത്തകൾ നോക്കാം അതിവേഗത്തിൽ. എലപ്പുള്ളി സ്പിരിറ്റ് നിർമ്മാണശാല സംബന്ധിച്ചുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറ്റൊരു കള്ളം കൂടി പൊളിഞ്ഞു. രഹസ്യരേഖ എന്ന പേരിൽ സതീശൻ പുറത്തുവിട്ടത് മന്ത്രിസഭായോഗത്തിന്റെ പരസ്യരേഖ. സതീശൻ പുറത്തുവിട്ടത് 16 ദിവസം മുൻപ് സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച രേഖയെന്ന് മന്ത്രി എം ബി രാജേഷ്. കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനികളുമായി ചെന്നിത്തല ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നും മന്ത്രി. നെന്മാറ കൂട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര 14 ദിവസത്തേക്ക് റിമാൻഡിൽ. എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷിക്കണമെന്ന് കോടതിയോട് ചെന്താമര. കൊല നടത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. ഡിസോൺ കലോത്സവത്തിനിടെ SFI പ്രവർത്തകരെ ആക്രമിച്ച KSU നേതാക്കൾ രക്ഷപ്പെട്ടത് ആംബുലൻസിൽ. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും ട്രഷറർ സച്ചിനുമടക്കം 3 പേർ പിടിയിൽ. SFI പ്രവർത്തകരെ ആക്രമിച്ച KSU നേതാക്കൾ ആംബുലൻസിൽ രക്ഷപ്പെട്ട സംഭവം. കേസിൽ കോൺഗ്രസ് അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നുവെന്ന് VK സനോജ. സംസ്ഥാന സർക്കാരിനെതിരെ UDF BJP വിശാല കൂട്ടുകെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലേക്ക് UDF മാറി. CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രകൃതി സമ്മേളനത്തിന് വടകരയിൽ തുടക്കം. സ്ത്രീ പുരുഷ തുല്യതയിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. സ്ത്രീ പുരുഷ സമത്വം ലീഗ് അംഗീകരിക്കില്ലെന്ന PMA സലാമിന്റെ നിലപാടിനെ തള്ളി MSF. സ്ത്രീയും പുരുഷനും തുല്യനീതി ലഭിക്കുന്നവരെന്ന് MSF. ജമാഅത്തെ ഇസ്ലാമി പരിപാടിയുടെ പ്രചാരകരായി മുസ്ലിം ലീഗ് നേതാക്കൾ. UGC കരട് വിജ്ഞാപനത്തിനെതിരെ ഫെബ്രുവരി 20 തിരുവനന്തപുരത്ത് സംസ്ഥാന കൺവെൻഷൻ. ദേശീയതലത്തിൽ വൻ പ്രതിഷേധമുയർന്നു വരുമെന്ന് മന്ത്രി R. ബിന്ദു. UGC കരട് വിജ്ഞാപനം ആശങ്ക സൃഷ്ടിക്കുന്നതെന്ന് സിറോ മലബാർ സഭ. ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്ന കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നും സഭ. പത്തനംതിട്ട പന്തളം MC റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കൂട്ടിയിടിച്ചത് പന്തളം ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രക്കും എതിർഭാഗത്തു നിന്നും വന്ന ലോറിയും തമ്മിൽ. കൂട്ടിയിടിയിൽ 2 കാറുകളും അപകടത്തിൽപ്പെട്ടു. 2 വയസ്സുകാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് വടകര വക്കീൽ പാലത്തിന് സമീപമാണ് സംഭവം. മരണപ്പെട്ടത് KC ഹൌസിൽ ഷമീറിന്റെയും മുന്താസിന്റെയും മകൾ ഹവ്വ ഫാത്തിമ. കോഴിക്കോട് കുറുക്കന്റെ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിൽ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരുമെന്നും മുന്നറിയിപ്പ്. വർക്കലയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് വർക്കല തച്ചോട് സ്വദേശി ആകാശ. ഇയാളിൽ നിന്നും 2.1 ഗ്രാം MDMA പിടിച്ചെടുത്തു. കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക്. വടാട്ടുപാറ സ്വദേശി മനോജിനാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് കാട്ടാന ആക്രമണം. പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ആയിരങ്ങളാണ് പെരുങ്കളിയാട്ടത്തിനായി മാതമംഗലത്തേക്ക് ഒഴുകിയെത്തിയത്.
കൊടുങ്ങല്ലൂരിൽ സിനിമാ തിയേറ്റർ വളപ്പിൽ തീപിടുത്തം. തെക്കേനടയിലെ ശ്രീകാളീശ്വരി തിയേറ്ററിന്റെ വളപ്പിലാണ് തീപിടുത്തമുണ്ടായത്. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത സംഭവസ്ഥലം സന്ദർശിച്ചു. SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. ഫെബ്രുവരി 18 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് വെച്ചാണ് സമ്മേളനം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് അനുബന്ധ പരിപാടികളാണ് ജില്ലയിലാകെ നടക്കാനിരിക്കുന്നത്. കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 112ാമത് ഉത്സവം ഫെബ്രുവരി 2 മുതൽ 9 വരെ നടക്കും. ഉത്സവ സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീക്ക് ചെറിയ മാസവരുമാനമുണ്ടെന്ന പേരിൽ അർഹതപ്പെട്ട ജീവനാംശം നിഷേധിക്കാനാകില്ല എന്ന് ഹൈക്കോടതി. നിയമപ്രകാരം വിവാഹം കഴിക്കുന്നതുവരെ മകൾക്ക് ജീവനാംശം നൽകാൻ അച്ഛന് ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി. വിവാഹ വാഗ്ദാനം നൽകി +1 വിദ്യാർത്ഥിനിയെ കാറിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ബാലരാമപുരം വഴുമുക്ക് സ്വദേശി ഷിറാസാണ് പിടിയിലായത്. താമരക്കുളത്ത് ലോട്ടറി കടയ്ക്ക് തീപിടിച്ച് 3 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം. താമരക്കുളം പഞ്ചായത്ത് ജംഗ്ഷനിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അജിമോന്റെ വിനായക ലോട്ടറീസിലാണ് തീപിടുത്തമുണ്ടായത്. എല്ലാ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്നും എല്ലാ ഓട്ടോറിക്ഷകളിലും സ്റ്റിക്കർ പതിക്കണമെന്നും സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ്. KSRTCയിലെയും സ്കൂൾ ബസ്സുകളിലെയും സ്വകാര്യ ബസ്സുകളിലും 3 ക്യാമറകൾ വീതമാണ് ഘടിപ്പിക്കേണ്ടതെന്ന് ഉത്തരവ്. അരൂരിൽ ടാങ്കർ ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അരൂർ ചതിരൂർ സ്വദേശി അക്ബർ ദിൽഷാദാണ് മരിച്ചത്. അരൂർ പോലീസ് സ്റ്റേഷന് സമീപം ഉയരപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചിയിൽ നടത്തിയ ധർണയ്ക്കിടെ ഗതാഗത തടസ്സമുണ്ടായതിൽ ഹൈക്കോടതിയിൽ മാപ്പ് അപേക്ഷിച്ച സിറ്റി പോലീസ് കമ്മീഷണർ. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഫുട്പാത്ത് അടക്കം കയ്യേറിയായിരുന്നു ധർണ. വിജ്ഞാന കേരളം തൊഴിൽ മേളയുടെ ആദ്യ മെഗാ ജോബ് എക്സ്പോ ഫെബ്രുവരി 15 ആലപ്പുഴയിൽ. എക്സ്പോയ്ക്ക് മുന്നോടിയായി 14 ഓൺലൈൻ ഇന്റർവ്യൂകൾ നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഉത്തർപ്രദേശിൽ ട്രക്ക് നിയന്ത്രണം വിട്ട് നിരവധി കടകളിലേക്കും വീടുകളിലേക്കും പാഞ്ഞുകയറി 3 പേർക്ക് ദാരുണാന്ത്യം. ലക്നൌവിലെ ഈറ്റഞ്ച മഹോന റോഡിലാണ് അപകടമുണ്ടായത്. യൂറിയ വളത്തിനു പകരം വികസിപ്പിച്ചെടുത്ത നാനോ യൂറിയ വളം വിളവിനെ കാര്യമായി ബാധിക്കുമെന്ന് റിപ്പോർട്ട്. നാനോ യൂറിയ ഉപയോഗം അരിയിലെ പ്രോട്ടോൺ അംശം 35% കുറയ്ക്കുമെന്ന് റിപ്പോർട്ട്. മഹാരാഷ്ട്രയിൽ ആശങ്ക വിതച്ച അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രം നാഗ്പൂരിലേക്കും പടരുന്നതായി റിപ്പോർട്ട്. നാഗ്പൂരിൽ 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജാമ്യം നൽകുന്നതിനുള്ള നടപടിക്രമം ചിട്ടപ്പെടുത്താൻ പ്രത്യേക നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വ്യവസ്ഥകൾ പര്യാപ്തമാണെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. രാത്രി 11 മണിക്ക് ശേഷം സിനിമാ ഷോകൾക്ക് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അനുവദിക്കരുതെന്ന സുപ്രധാന ഉത്തരവുമായി തെലങ്കാന ഹൈക്കോടതി. ഈ ഉത്തരവ് അടിയന്തരമായി സംസ്ഥാന സർക്കാരിനോട് നടപ്പാക്കാനും കോടതി. സ്ത്രീധന നിയമങ്ങളുടെ ദുരുപയോഗം പരിഹരിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കണമെന്നുള്ള ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച സുപ്രീം കോടതി. പാർലമെന്റിന്റെ നിയമമാണ് നിലവിലുള്ളതെന്നും സമൂഹത്തിൽ മാറ്റമാണ് വേണ്ടതെന്നും സുപ്രീം കോടതി.
കുറ്റാരോപിതർക്ക് വാട്സാപ്പ് വഴി നോട്ടീസ് അയക്കാൻ പറ്റില്ലെന്ന് സുപ്രീംകോടതി. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇതിനെ ഉപയോഗിക്കാൻ ക്രിമിനൽ ചട്ടത്തിൽ വ്യവസ്ഥയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. മുംബൈയിൽ ഭാര്യയെയും 8 വയസ്സുള്ള മകനെയും കയറുപയോഗിച്ച് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. കൊലപാതകത്തിന് ശേഷം മൃതദേഹം വീടിന്റെ മേൽക്കൂരയിൽ തൂക്കിയിടുകയായിരുന്നു. കൊലപാതക കുറ്റം ചുമത്തി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വെടിവെപ്പിൽ 2 മരണം, 17 പേർക്ക് പരിക്കേറ്റതായും ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. ജോ ബൈഡൻ പ്രസിഡന്റായിരിക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ അമേരിക്ക ശ്രമിച്ചെന്ന മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസൺ. ദ ടക്കർ കാൾസൺ ഷോ എന്ന പോഡ്കാസ്റ്റിലാണ് വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. ചെങ്കടലിൽ ചരക്കുകപ്പലിൽ സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തം. ഹോങ്കോങ് പതാക വഹിക്കുന്ന ASL ബഹുനിയ എന്ന കണ്ടെയ്നർ കപ്പലിലാണ് സ്ഫോടനത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെയും കണ്ടെത്തി നാടുകടത്താൻ നീക്കം തുടങ്ങി അമേരിക്ക. ഇന്ത്യക്കാരുടെ അനാഥാലയങ്ങളിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. സൗദിയിൽ വാഹനാപകടത്തിൽ മലയാളിയടക്കം 15 പേർക്ക് ദാരുണാന്ത്യം. സൗദി അറേബ്യയിലെ എക്കണോമിക് സിറ്റിയിലെ ആറാംകോ റിഫൈനറി റോഡിലായിരുന്നു അപകടം. മരിച്ചതിൽ 9 പേർ ഇന്ത്യക്കാർ. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വീണ്ടും ശ്രീലങ്കൻ നാവികസേനയുടെ വെടിവെപ്പ്. പുതുച്ചേരി കാരക്കലിൽ നിന്ന് പോയ 13 അംഗ സംഘത്തിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. സൈന്യത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ നീക്കം ചെയ്യാനുള്ള നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈന്യത്തിൽ ഉപയോഗിച്ചു വരുന്ന ഭിന്നലിംഗ സൗഹൃദ സർവ്വനാമങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ബ്രസൽസിൽ ഉയർന്ന അളവിൽ ക്ലോറേറ്റ് സാന്നിധ്യം കണ്ടെത്തതിന്റെ അടിസ്ഥാനത്തിൽ കൊക്കക്കോളയും സ്പ്രൈറ്റും മറ്റുൽപ്പന്നങ്ങളും തിരിച്ചുവിളിച്ച് കമ്പനി. ആരോഗ്യപരമായ കാരണങ്ങൾ മുൻനിർത്തിയാണ് കമ്പനിയുടെ ഈ നടപടി. ഗാസ വൃത്തിയാകണമെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ എതിർത്ത് പ്രധാന രാജ്യങ്ങൾ രംഗത്ത്. ഗാസയിലെ അഭയാർത്ഥികളെ ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള 11ാമത് ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ മസ്കറ്റിലെത്തി. മസ്കറ്റ് ടെന്നീസ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ടൂർണമെന്റ് ഫെബ്രുവരി 21, 22 തീയതികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക. അക്കാഫ് ഈവന്റ്സ് നേതൃത്വം നൽകുന്ന അക്കാഫ് പ്രൊഫഷണൽ ലീഗിന് ബത്തായ DC സ്റ്റേഡിയത്തിൽ തുടക്കമായി. BMW ഡെവലപ്മെന്റ്സ് ചെയർമാൻ അങ്കൂർ അഗർവാൾ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ദുബായ് ഓർമ്മ ദേര മേഖല കുടുംബ സംഗമം ദുബായ് വിമൻസ് അസോസിയേഷൻ ഹാൾ ബഹ്റയിൽ വെച്ച് നടന്നു. മേഖലയിലെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇതോടുകൂടി സ്പീഡ് ന്യൂസ് അവസാനിക്കുകയാണ്.